റിപ്പിൾസ് ഓഫ് ട്രോമ എന്ന ഈ സീരീസിൻ്റെ 19ാമത്തെ ആഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനസികാരോഗ്യത്തെക്കുറിച്ച് നമുക്ക് ചുറ്റും വളരെയധികം തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ട് തന്നെ ആഘാതത്തിന് സഹായം തേടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സമൂഹത്തിൻ്റെ ഈ സ്റ്റിഗ്മ എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ശരീരത്തിന് പരിക്കേൽക്കുമ്പോൾ ഡോക്ടറിൻ്റെ സഹായം തേടുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാനസികാരോഗ്യത്തിന് സഹായം തേടുന്നത്. പ്രായം, പശ്ചാത്തലം, സാഹചര്യം എന്നിവ കണക്കിലെടുക്കാതെ ആരെയും ആഘാതം ബാധിക്കാം. ഇതൊരു സംഭവത്തിൽ നിന്നോ വർഷങ്ങളായി വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്നോ ഉണ്ടാകാം. നമുക്ക് സഹായം ആവശ്യമാണെന്ന് തിരിച്ചറിയുകയും അത് തേടുകയും ചെയ്യുന്നതാണ് പ്രധാനം. മാനസികാരോഗ്യത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ സമൂഹം ഒരു കളങ്കമായിട്ടാണ് കാണുന്നത്. അതുതന്നെയാണ് ആഘാതത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മാനസികാരോഗ്യത്തെക്കുറിച്ച് നാം സംസാരിക്കുന്ന രീതി മാറ്റുന്നതിലൂടെ ഈ കളങ്കം നമുക്ക് ഇല്ലാതാക്കാം. ട്രോമയെക്കുറിച്ചും അതിലെ റിക്കവറിയെക്കുറിച്ചും തുറന്ന് സംസാരിക്കുന്നതിലൂടെ ഇതിനെ നോർമലൈസ് ചെയ്യുകയും ആഘാതം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് സഹായം ചോദിക്കുന്നത് എളുപ്പമാക്കി തീർക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കുണ്ടായ ട്രോമാറ്റിക് എക്സ്പീരിയൻസിനെ കുറിച്ചും അതിനെ നിങ്ങൾ എങ്ങനെ റിക്കവറി ചെയ്തു എന്നതിനെക്കുറിച്ചും നിങ്ങളുടെ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ഫാമിലിയോടും സംസാരിക്കുക. കൂടുതൽ സംസാരിക്കും തോറും മാനസികാരോഗ്യത്തെക്കുറിച്ച് സമൂഹത്തിനുള്ള കാഴ്ചപ്പാടിൽ വ്യത്യാസം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. തീവ്രമായ ആഘാതത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല തെറാപ്പി. വൈകാരിക മുറിവുകൾ ചെറുതോ വലുതോ ആകട്ടെ, ട്രോമ റിക്കവറിയും മാനസികാരോഗ്യം മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും കൂടി വേണ്ടിയുള്ളതാണ്. മാനസികാരോഗ്യത്തിനേറ്റ ഈ കളങ്കം തകർക്കുക എന്നുള്ളത് ഒരു കൂട്ടായ പ്രയത്നമാണ്. നമ്മുടെ ഹീലിംഗ് ജേണിയിൽ പരസ്പരം പിന്തുണച്ചുകൊണ്ട് ആഘാതത്തെക്കുറിച്ചുള്ള നിശബ്ദത നമുക്ക് തകർക്കാം. താങ്ക് യു ഫോർ ജോയിനിങ് അസ് ടുഡേ. അടുത്ത ആഴ്ചയിൽ ട്രോമ റിക്കവറിയിൽ മരുന്നുകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ടേക്ക് കെയർ ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.